ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ചെറിയൊരു കാർ വാഷാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് വേറെ ഒന്നുമില്ല. നമ്മളൊരു വണ്ടി നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി വണ്ടിയിൽ നല്ലോണം ചെളി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുമേയും പിന്നെ ആ ചെളി പിടിച്ച് അതിൻ്റെ പെയിൻറ്റിലൊക്കെ ചെറിയ മാർക്കിങ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വണ്ടി എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് കയ്യോടെ തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുമുള്ള മെയിനായിട്ടുള്ള ഈ ചെളികളൊക്കെ നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബോഡി വാഷിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. കറക്റ്റ് 5 മിനിറ്റാണ് നമുക്ക് ഈ വീഡിയോ, 5 അല്ലെങ്കിൽ 6 മിനിറ്റാണ് നമുക്ക് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് തന്നെ വെള്ളം അടിച്ചിട്ട് ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് സൂക്ക് ചെയ്യാനായിട്ടാണ് ചെയ്യണത്. മെയിനായിട്ട് പറയുന്നൊരു കാര്യം, നമ്മളിതിൽ വേറെ ഷാമ്പു അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ വണ്ടി ഒരു ഗ്രാഫൈൻ കോട്ടിങ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എപ്പോഴും ഷാമ്പൂസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡ് ആൽക്കലൈൻ സൊല്യൂഷൻ്റെ ഇമ്പാക്റ്റ് കാരണം കൊണ്ട് അതിന് ഡാമേജ് വരാൻ ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല, വണ്ടി കഴുകുമ്പോൾ നമ്മൾ എപ്പോഴും ഷാമ്പു യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഷാമ്പു യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. കൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു മൈൽഡായിട്ടൊരു ഷാമ്പു മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹാർഡായിട്ടുള്ള ഷാമ്പൂസൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെയിൻറ്റിങ്ങൊക്കെ ഡാമേജസ് പെട്ടെന്ന് വരാനും ചാൻസസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ റുട്ടീനായിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളം മാത്രം വെച്ചിട്ട് അടിച്ചാൽ മതിയാവും. പിന്നെ ശേഷം നമ്മളൊരു നല്ലൊരു തുണിയോ മൈക്രോ ഫൈബറിനോ ക്ലോത്തോ വെച്ചിട്ട് അതിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ലോണം വെള്ളം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നല്ലൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇതിനെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ടി കാണാം. അങ്ങനെ നമ്മുടെ വെള്ളം കൊണ്ടുള്ള ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കാനാണ് പോകുന്നത്. ആ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ടു ബാക്ക് പെയിൻറ്റിങ് വരുന്ന എല്ലാ ഏരിയാസിലും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്ത്. ഇത് നമ്മൾ വലിയ സ്ക്രാച്ചോ അഴുക്കോ ഇല്ലാത്തൊരു ക്ലോത്ത് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഫ്രണ്ട് ബോണറ്റ് തൊട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വണ്ടിയിലുള്ള ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി എൻ്റെ വണ്ടിയിൽ നല്ല രീതിയിൽ വാട്ടർ മാർക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് സെറാമിക് ചെയ്ത വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി കഴുകി കഴിഞ്ഞിട്ട് അതിൽ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഡ്രോപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രോപ്പ് നിന്ന് അവിടെ വാട്ടർ മാർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. സെറാമിക് ചെയ്ത വണ്ടികളിലാണ് നമ്മൾ ഈ ഇഷ്യൂസ് കൂടുതൽ കാണുന്നത്. സോ നിങ്ങൾ വണ്ടി സെറാമിക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാട്ടർ മാർക്ക് വരാത്ത രീതിയിൽ എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിനൊന്ന് തുടച്ച് കളയാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലും അതുപോലെ ബോഡിയിലൊക്കെ വാട്ടർ മാർക്കുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ സിറാമിക് ചെയ്താൽ നമുക്ക് അതിൻ്റേതായ ഇഫക്റ്റുകളുണ്ട്. കാരണം നമ്മൾ വണ്ടി കഴുകിയിട്ടില്ലെങ്കിൽ പോലും വണ്ടിക്ക് നമുക്ക് ആ ഒരു ഷൈനിങ് എപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. അത് ഈ വണ്ടിക്ക് നമുക്കൊരു പ്രത്യേകതയായി തോന്നിയിട്ടുണ്ട്. നമ്മൾ ടോട്ടലി ഓടിച്ചിട്ടുള്ളൊരു കഴുകലാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ബോട്ടം പോർഷനാണ് നല്ല രീതിയിൽ ക്ലീൻ ആക്കുന്നത്. അവിടെയാണ് നമുക്ക് കൂടുതൽ ചെളികൾ, ഒരു ഓട്ടം കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെളികൾ വന്നിരിക്കുന്നത് താഴ് ഭാഗത്തായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കുന്നുണ്ട്. ഈ ഒരു തുണി യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് മാക്സിമം ഏരിയ കവർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ തുടയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 3.5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റൗണ്ട് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ സോപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുള്ള ക്ലീനിങ് ഇതിൽ വരുന്നില്ല. സോ ഇതിൽ തന്നെ നമ്മൾ മാക്സിമം ചെളിയെല്ലാം പോകുന്നുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞതിന് ശേഷം കയ്യോടെ തന്നെ ഇത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ലടക്കം നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിക്ക് വേറെ അലോയ് വീൽസ് ഒന്നും വരുന്നില്ല. അലോയ് വീൽ വരുന്ന വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലീനിങ് എളുപ്പമാണ്. വീൽ കവേഴ്സ് വരുന്ന കാരണം കൊണ്ട് നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വീൽ കവേഴ്സൊക്കെ ഒന്ന് ഊരി ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അതിലാണെങ്കിലും ചെളി കാര്യങ്ങളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വൈപ്പിങ്ങിന് ശേഷം നമ്മൾ വീണ്ടും ഒരു റൗണ്ട് കൂടി വെള്ളം യൂസ് ചെയ്യുകയാണ്. വെള്ളം അടിച്ച് നമ്മൾ വൈപ്പ് ചെയ്ത സ്ഥലത്തെ മൊത്തം ഒന്ന് കവർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വൈപ്പ് ചെയ്ത അവിടുത്തെ എല്ലാ അഴുക്കും കാര്യങ്ങളെല്ലാം ഈ വെള്ളത്തോട് കൂടി തന്നെ പോകുന്നുണ്ട്. നമ്മളിത് കയ്യോടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും പാണ്ട് പോലെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ നമ്മൾ ഈ കയ്യോടെ തന്നെ ഈ വെള്ളം അടിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത എല്ലാ ഏരിയസിലും വെള്ളം ഒന്നും കൂടി അങ്ങോട്ട് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. മെയിൻലി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വെള്ളം അടിച്ചു വിടുമ്പോൾ വെച്ചാൽ ഇവിടെ കംപ്രസർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നോർമലി ഒരു പൈപ്പ് തന്നെയാണ്. ആ പൈപ്പ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു ഗാർഡൻ ഹോസാണ് ഇതിന് വേണ്ടത്. ഗാർഡൻ ഹോസ് ഇല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റും വെള്ളം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ഒരു ഗാർഡൻ ഹോസ് ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
അങ്ങനെ നമ്മുടെ വാഷിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ക്ലീനിങ് ആണ്. തുടയ്ക്കേണ്ട ആവശ്യമുണ്ട്. കഴുകിയതിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുത്തു. തുടച്ചെടുക്കില്ലെങ്കിൽ വാട്ടർ മാർക്കുകളൊക്കെ അങ്ങനെ വരും. അപ്പോൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഒരു വ്യൂ ഇതാണ്. തുടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ വാട്ടർ മാർക്ക് സെറാമിക് ഓൾറെഡി ചെയ്ത വണ്ടിയേക്കാരാണ് വാട്ടർ മാർക്കുകൾ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ തന്നെ കുറച്ച് അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തൊരു വാഷിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.